നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഉയരുന്നുണ്ട്. അതിലൊന്നാണ് നിത്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. സ്വർഗവും നരകവും ഒക്കെ ശരിക്കുമുണ്ടോ, അതല്ലെങ്കിൽ അതൊക്കെ ഇവിടെ തന്നെയല്ലേ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ ക്രൈസ്തവർ നിരന്തരം അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതേക്കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകർ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് നൈറ്റ്സ് ടെംപ്ലറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ ബ്രദർ സനീഷ് ജോർജ് ആണ്. ബ്രദർ, വെൽക്കം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. ബ്രദർ ഇതിനു മുമ്പും നൈറ്റ്സ് ടെംപ്ലറിൽ വന്നിട്ടുമുണ്ട്. അതുപോലെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി തന്നെ ഉത്തരങ്ങൾ നൽകാനും ബ്രദറിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശ്വാസപരമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: നിത്യത, സ്വർഗം എന്നൊക്കെ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് നിർത്തുന്ന മതസങ്കല്പമല്ലേ? അതോ ഇതിന്റെയൊക്കെ അപ്പുറത്ത് സ്വർഗം യാഥാർത്ഥ്യമാണ് എന്നതിന് എന്തെങ്കിലും തെളിവ് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. നിത്യത, സ്വർഗം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് നിർത്തുന്ന ഒരു സങ്കല്പമാണ് എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. അത് കാരണം ക്രിസ്തീയ സങ്കല്പത്തിലെ നിത്യത എന്താണെന്നും സ്വർഗം എന്താണെന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ക്രിസ്തീയ സങ്കല്പം അനുസരിച്ച് സ്വർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭൗതികമായ സുഖങ്ങളുടെയോ അല്ലെങ്കിൽ ഭക്ഷണമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളുടെ അല്ല ജഡത്തിന്റെ വ്യാപാരങ്ങളുടെ ഒരു അനന്തമായ ആസ്വാദനമല്ല. മറിച്ച് ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് അതിന്റെ 2 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി പാർക്കുന്ന ഒന്നാണ് ക്രിസ്തീയ നിത്യത എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഔന്നത്യം വിട്ട് ഇറങ്ങി, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വർഗത്തിന്റെ ഔന്നത്യം വിട്ടിറങ്ങി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി കുരിശിൽ രക്തം ചിന്തി എന്നെ വീണ്ടെടുത്ത എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ആരോഹിതനായി അവിടെ എന്നെ കാത്തിരിക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും അവൻ വരുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഒന്നിപ്പാണ്. അതിന്റെ അപ്പുറത്തല്ലാതെ ഏതെങ്കിലും ഒരു ഭൗതിക സുഖങ്ങൾ വെച്ച് നീട്ടിയിട്ടുള്ള ഒരു ആകർഷണം ഇതിനകത്തില്ല. ഇത് ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള സ്നേഹമാണ്. എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച, എന്നെ സൃഷ്ടിച്ച, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ ക്രിസ്തുവിലേക്ക് ചെന്ന് ചേരുന്ന ഒന്നിന്റെ പേരാണ് ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്നത്. മറ്റു ചില സ്വർഗീയ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷെ അതിനെയൊക്കെ നമുക്ക് വേണേ അങ്ങനെ ഒരു ആകർഷണ കേന്ദ്രമായിട്ട് കാണാനൊക്കെ പറ്റും. സ്വർഗത്തിൽ മറ്റ് എന്താ പറയാ, ഭക്ഷണ സാധനങ്ങളുടെ ഈ കലവറയാണെന്നും ജടിക സുഖങ്ങളുടെ കലവറയാണെന്നൊക്കെ പറയുന്ന ചില സ്വർഗസങ്കല്പങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പറയാമെങ്കിലും ക്രിസ്തീയ സ്വർഗത്തെ കുറിച്ച് യാതൊരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അതൊരു സ്നേഹത്തിന്റെ വിഷയമാണ്. ആ സ്നേഹത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ അതിലേക്ക് നോക്കിയിട്ടുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് നിത്യതയിലേക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നാമതായിട്ട് ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രലോഭന വിഷയമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹത്തിന്റെ വിഷയമാണ്. രണ്ടാമതായിട്ട് ഇതിന് എന്തെങ്കിലും നമുക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ തെളിവുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 12-ാം വചനം പറയുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നു, ഇപ്പോൾ നമ്മൾ മുഖാഭിമുഖം കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ ഈശോ വ്യക്തതയോടെ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി 18-ന്റെ 20-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ അനുഭവിച്ചറിയുന്ന ഒന്നിന്റെ പേരാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഉറപ്പോടുകൂടി പറയാൻ പറ്റും, ക്രിസ്തീയ സങ്കല്പം, സ്വർഗസങ്കല്പം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായതുകൊണ്ട്, ക്രിസ്തു എന്ന വ്യക്തിയെ ഞാൻ അനുഭവിച്ചറിയുന്നത് കൊണ്ട്, ഞാൻ അടുത്തറിയുന്നത് കൊണ്ടും അവന്റെ സാന്നിധ്യം അറിയുന്നത് കൊണ്ടും ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതാണ്, ക്രിസ്തുവാണ് അതിന്റെ കേന്ദ്രബിന്ദു. ആ ക്രിസ്തു ഇന്ന് എനിക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ട് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഏതൊരു വ്യക്തിക്കും, ക്രിസ്തുവിനെ വിളിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഈ മാർത്തന്റെ പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തിൽ 7-ാം വചനം പറയുന്നത്, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ വേറെ ഏത് ശ്രേഷ്ഠ ജനതയും ക്രിസ്തു നമുക്ക് സമീപസ്ഥമാണ്. ദൈവം നമുക്ക് സമീപസ്ഥമാണ്.
അപ്പൊ ഈ ഒരു സങ്കല്പത്തിൽ നിന്നിട്ടാണ് നമ്മൾ നിത്യതയിലേക്ക് നോക്കി എന്താ പറയാ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ സ്വർഗ സങ്കല്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിത്യതയെ കുറിച്ചുള്ള ഈ സങ്കല്പം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അതിന് കാരണഭൂതനായ, അതിന്റെ എല്ലാ കേന്ദ്രബിന്ദുവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്ക് ഇന്നും അനുഭവിക്കാൻ പറ്റും. കൗതാശികമായിട്ട് എനിക്ക് അവനെ സ്വീകരിക്കാൻ പറ്റും. അവനോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിന്റെ ഒരു പൂർണ്ണത മാത്രമാണ് നിത്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് തന്നെ ആയിരിക്കുമ്പോൾ ലൂക്കോയുടെ സുവിശേഷം 17:21 പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു കാര്യത്തെയാണ് ഞാൻ ഈ നോക്കി പാർക്കുന്നത്, അതിന്റെ പൂർണ്ണതയാണ് നോക്കി പാർക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ സ്വർഗം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഒരു യാഥാർത്ഥ്യമാകുന്നതിന് കാരണം ഇന്ന് ഞാൻ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ഈ ക്രിസ്തു ഇന്നും എനിക്ക് സമീപസ്ഥനായതുകൊണ്ടാണ്. അപ്പൊ ബ്രദർ, എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ ഈ സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രാബല്യത്തിൽ വരാനുള്ള കാരണം എന്താ? സ്വർഗവും നരകവും ഈ ഭൂമിയിലാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ഒരു വിശ്വാസി എന്ന് വരുന്ന ഒരു കാര്യമല്ല. കാരണം ക്രിസ്തു ഇങ്ങോട്ട് വന്നുവെന്നും അത് ചരിത്ര പുരുഷനാണ്, ഇത് ചരിത്ര സത്യങ്ങളാണ്. ഈ 2000 വർഷം മുമ്പ് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനെ അവതരിച്ചുവെന്നും കുരിശിൽ മരിച്ചുവെന്നും ആ ക്രിസ്തു പറഞ്ഞു ഞാൻ നിത്യത ഒരുക്കി കാത്തിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ യേശു തന്നെ പഠിപ്പിച്ച ഒരു വചനമുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണം. തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ ആ ദൈവത്തിന്റെ ആ ആധിപത്യം രാജ്യം ഈ ഭൂമിയിൽ ആഗതമാകും. ആ അർത്ഥത്തിൽ വേണം നമുക്ക് ഇങ്ങനെ പറയാമെങ്കിലും സ്വർഗം എന്ന് പറയുന്ന നിത്യം നോക്കി പാർക്കുന്നത് നമ്മൾ എന്താ പറയാ യേശു ക്രിസ്തുവിനോടൊന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന ത്രിത്വൈക ദൈവത്തിലേക്ക് ചെന്ന് ചേരുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന് ഇതിന്റെ അപ്പുറത്തൊരു മാനമുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമി. ഈ ഭൂമി പുതിയതാക്കപ്പെടുമെങ്കിലും, അല്ലെങ്കിൽ ഇത് ബൈബിളിന്റെ ഒരു പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലുള്ള ഒരു വാഗ്ദാനമാണ്. വെളിപ്പാടിന്റെ പുസ്തകം 21 അധ്യായത്തിലും ഏശയ്യായുടെ പുസ്തകം 65 അധ്യായത്തിലും പുതിയ ആകാശത്തെ കുറിച്ചും പുതിയ ഭൂമിയെ കുറിച്ചും പറയുന്നു. തീർച്ചയായിട്ടും ഇത് രൂപാന്തരപ്പെടുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു ആധിപത്യവും ഭരണവും ഈ ഭൂമിയിൽ വരും. കാരണം ഈശോ അങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പിതാവേ നിങ്ങളുടെ രാജ്യം ഈ ഭൂമിയിൽ വരണം. തീർച്ചയായിട്ടും അത് വരിക തന്നെ ചെയ്യും. അതിന്റെ പേരാണ് പുതിയ ഭൂമി. പക്ഷെ അതിന്റെ അപ്പുറത്ത് പുതിയൊരു ആകാശം, പുതിയൊരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് ത്രിത്വൈക ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്. ഇതിന്റെ അപ്പുറത്ത് ഒരു നിത്യതയുണ്ട് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഞാൻ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു പൂർണ്ണത എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. ബ്രദർ, അടുത്തൊരു ചോദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്: ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതല്ലേ ഒരു വിശ്വാസിയായിരിക്കുകയും എന്നാൽ നല്ലൊരു മനുഷ്യനല്ലാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നാണ് അടുത്ത ചോദ്യം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയാ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അതെ, വളരെ പല ആവർത്തി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആണെങ്കിലും വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തില് വളരെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതുപോലെ നല്ല മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറയിട്ട ഒരു സമൂഹത്തെ കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ സാധാരണ യുക്തിവാദികളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു എന്താ പറയുക ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് അവർ ഘോരമായി സംസാരിക്കുമ്പോൾ പോലും അവർ അറിയാത്തൊരു ദൈവിക സത്യമുണ്ട്. ഇങ്ങനെ ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അവരെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് ദൈവം. തിരിച്ചറിയാത്തൊരു അവസ്ഥയാണത്. അപ്പൊ ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എന്താ പറയാ നമുക്ക് ഇതിന് വ്യക്തമായ ഒരു അടിത്തറ ഇല്ലെങ്കിൽ, അതിനൊരു നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമസംഹിത ഇല്ലെങ്കിൽ, ഈ ധാർമ്മിക നിയമങ്ങളുടെ ഒരു സംഹിത നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവൻ്റെതായ ധാർമ്മിക മൂല്യങ്ങളെ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അത് പലപ്പോഴും എന്താ പറയാ ധാർമ്മികതയെന്ന് ഒരാളുടെ ധാർമ്മികതയും വേറൊരാളുടെ ധാർമ്മിക പരസ്പരം ഒന്നിച്ചു പോകുന്നത് യാതൊരു നിർബന്ധമില്ല. അപ്പൊ തീർച്ചയായിട്ടും ധാർമ്മികത ചില ധാർമ്മിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ധാർമ്മിക നിയമങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ധാർമ്മിക നിയമങ്ങൾക്ക് ഒരു ദാതാവുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ധാർമ്മികതയുടെ പിന്നെ ഇതിങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ധാർമ്മിക നിയമങ്ങളുടെ ദാതാവുണ്ട്. ആ ദാതാവിനെ നിഷേധിച്ചുകൊണ്ട് ആ ദാതാവിന്റെ ദാനമായ ധാർമ്മികതയെ മുറുകെ പിടിക്കുമ്പോൾ അത് അതിൽ തന്നെ ഒരു എന്താ പറയാ യുക്തിരാഹിത്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, ദൈവത്തിലേക്ക് തിരിയാൻ പറ്റും. അതുകൊണ്ട് വിശ്വാസവും ധാർമ്മികതയും രണ്ടായിട്ട് പോകേണ്ട ഒരു കാര്യമല്ല, ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്നതുപോലെ ചേർന്ന് പോകേണ്ട ഒന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. ചിലർ വിശ്വാസികൾ എന്ന് പറയും, അതേസമയം ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ദുർസാക്ഷ്യമാണ്, യഥാർത്ഥ വിശ്വാസത്തിന്റെ അഭാവവുമാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ജീവിത രീതി നയിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത്. തീർച്ചയായിട്ടും അത് സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ധാർമ്മിക മൂല്യങ്ങളെ പൂർണ്ണമായി പിന്തുടരുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാപ്തിയമാക്കാനുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് പ്രസക്തമാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവമാണ് ഈ ധാർമ്മിക നിയമങ്ങൾ നമ്മുടെ അന്ധകരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട്, ആ ദൈവത്തിലുള്ള വിശ്വാസം വേണ്ട എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവം തന്ന ഈ ധാർമ്മിക മൂല്യങ്ങളോട് നിലകൊള്ളുക, അതിന് ഒരു യുക്തിരാഹിത്യമുണ്ട്. എന്താണ് എന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് സർവ്വശ്രേഷ്ഠമാണ്. ധാർമ്മിക മൂല്യം അടിത്തറയുള്ള ഒരു സമൂഹം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതെല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അതിന്റെ പിന്നിലുള്ള ഈ ധാർമ്മിക മൂല്യങ്ങളിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ആ നിയമസംഹിതകളെ സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിശുദ്ധ ലിഖിതത്തിന്റെ ഏടുകളിലേക്ക് പോകേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇന്ന് തന്നെ ലോകത്തിന്റെ പല നിയമ സംവിധാനങ്ങളും അതിന്റെ നിയമങ്ങളെല്ലാം പീനൽ ഇന്ത്യൻ പീനൽ കോഡ് പോലും അടിസ്ഥാനപരമായിട്ട് ഇതിൽ ബേസ് ചെയ്യുന്നത് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ ലോകം മുഴുവൻ എന്താ പറയാ ബേസ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ധാർമ്മിക മൂല്യങ്ങൾ പ്രസക്തമാകുമ്പോൾ തന്നെ ധാർമ്മിക നിയമങ്ങളുടെ ദാതാവായ ദൈവത്തിന് പ്രസക്തിയുണ്ട്, തുല്യ പ്രസക്തിയുണ്ട്. ആ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു യുക്തിരാഹിത്യമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അയാൾ ധാർമ്മിക മൂല്യങ്ങളെ കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് കീപ്പ് ചെയ്യാത്തതും കാലം അയാൾ തന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നത് ഞാനൊരു വിശ്വാസി അല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഏറ്റവും അധികമായിട്ട് പ്രധാനപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ അത് വളരെ എന്താ പറയാ നമ്മുടെ ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത ഏതൊരു വ്യക്തിയും വിശ്വാസത്തിന്റെ മേഖലയിൽ ദുർസാക്ഷ്യമാണ് നൽകുന്നത്. അത് അതിൽ തന്നെ തെറ്റുമാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് വിശ്വാസം നിഷേധിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ അല്ല തരുന്നത്. മറിച്ച് ഈ ഒരു ധാർമ്മികമായി ചിന്തിക്കുവാനും മുന്നോട്ട് പോകുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി അതിലേക്ക് തിരിഞ്ഞ് അതിന്റെ ആഴങ്ങളിലേക്ക് പോവുക തന്നെ വേണം. അതുകൊണ്ട് ധാർമ്മികതയും വിശ്വാസവും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ ചേർന്ന് പോകേണ്ടെന്നാണ് എനിക്കത് പറയാനുള്ളത്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. വിശ്വാസവും ധാർമ്മികതയും ഒരുമിച്ച് പോയില്ലെങ്കിൽ അതൊരു ദുർസാക്ഷ്യമായിട്ട് മാറുമെന്ന് ബ്രദർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത ഒരു കാര്യം കൂടിയായിരിക്കും ഈ ഒരു കൺസെപ്റ്റ്, അല്ലെ? തീർച്ചയായിട്ടും. ബ്രദർ, അടുത്തൊരു ചോദ്യം ഇതാണ്. ഒരാൾ ക്രിസ്തു മതത്തിൽ ജനിച്ചു വളർന്നു വരുന്നത് കൊണ്ട് അയാൾ ക്രിസ്ത്യാനിയായി. മറ്റൊരു മതത്തിൽ ജനിച്ച ഒരു വ്യക്തി ആ മതത്തിലെ വിശ്വാസിയായി. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പൊതുവിൽ ജനനം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവം അല്ലേ, അല്ലാതെ വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് പേര് മനുഷ്യ ജീവിതത്തെ കാണുന്നത് ഇങ്ങനെ ഈ മാതാപിതാക്കളുടെ വിശ്വാസത്തെ പേറി നടക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടാണ് ഒരുപാട് പേര് ഈ പുതിയ തലമുറയെ കാണുന്നത്. അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്താഗതി ഈ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? മാതാപിതാക്കളല്ലേ? മാതാപിതാക്കളാണ്. അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ വസ്ത്രവും വസ്ത്രം കൊടുക്കുന്നതൊക്കെ ആരാ? മാതാപിതാക്കൾ അല്ലെ? അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആരാ? മാതാപിതാക്കളാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം കൊടുക്കുന്നത് ഈ മാതാപിതാക്കൾ. അങ്ങനെ ചെയ്യാത്ത ഒരാളെ നമ്മൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരാളെന്ന് തീർച്ചയായിട്ടും വിളിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും നമ്മൾ വിളിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ വസ്ത്രം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും എല്ലാം മാതാപിതാക്കളാണ്. എന്നിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് നോക്കിയാണ് വിശ്വാസം മാത്രം കൊടുക്കുക. അതെന്ത് ന്യായം? അത് തീർച്ചയായിട്ടും ഒരു മുട്ടാപ്പോക്കല്ലേ. ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമായ അവന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കൊടുക്കേണ്ടത് മാതാപിതാക്കളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അവന് ഭക്ഷണം കൊടുക്കണം, അവന് വിദ്യാഭ്യാസം കൊടുക്കണം, അവന് വസ്ത്രം കൊടുക്കണം, അവന് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകണം. ഇതെല്ലാം ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ പറയുമ്പോഴും വിശ്വാസമാണ് മാതാപിതാക്കളുടെ വിശ്വാസം മാതാപിതാക്കളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നത് അത് മറ്റൊരു യുക്തിരാഹിത്യമാണ്. കാരണം എന്താ പറയാ, ഇതെല്ലാം കൊടുക്കാമെങ്കിൽ, ഒരു കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാമെങ്കിൽ, ഒരു കുട്ടിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കാമെങ്കിൽ, വസ്ത്രം കൊടുക്കാമെങ്കിൽ, എല്ലാ രീതിയിലും അവനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരാമെങ്കിൽ ഈ മാതാപിതാക്കൾ അവര് അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവ സാന്നിധ്യത്തെ കൂടി പങ്കുവയ്ക്കാൻ ഉത്തരവാദിത്തം അവർക്കില്ലേ? അല്ലെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തി സ്വീകരിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ വിശ്വാസം തന്നെ. കാരണം അവരനുഭവിച്ചറിഞ്ഞ അവരുടെ പച്ചയായ ജീവിതത്തിൽ അവരനുഭവിച്ചറിഞ്ഞ വിശ്വാസത്തെ തന്നെയല്ലേ അവർ പകർന്നു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 10-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവ് പറയുന്നു. ഈ സുവിശേഷ കാര്യമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടൊക്കെ പോകുന്ന സമയത്ത് അനേക കുടുംബങ്ങളെ കണ്ടുമുട്ടാറുണ്ട്. ഇന്ന് അനേക മാതാപിതാക്കളെ വിലപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, കഴിവിനൊത്തെല്ലാം അവരെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷെ വിശ്വാസം കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അനേക മാതാപിതാക്കൾ കണ്ണുനീരിലാണ്. അവർ അവരുടേതായ ലോകം തേടി പോയെന്നും അവരുടേതായ അവരുടേതായ സുഖങ്ങൾക്കും അവരുടേതായ ഇച്ഛകൾക്കും പിന്നാലെ പോയി മാതാപിതാക്കളെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്ത് വിലപിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഇതേപോലെ തന്നെ തിരിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
എന്താ പറയാ വലിയ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖല അവരുടെ കഴിവൊക്കെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാഭ്യാസം കൊടുത്തു. ഭക്ഷണ കാര്യങ്ങളും എല്ലാം അവർ വളർത്തിക്കൊണ്ട് വന്നത് വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി മക്കളെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴും എന്നാൽ അവർക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുത്ത അനേകം മാതാപിതാക്കൾ ഇന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്റെ മക്കളൊക്കെ ഇന്ന് നല്ല നിലയിലായത് ദൈവം തന്നതാ. അങ്ങനെ ചില മാതാപിതാക്കൾ, അതുകൊണ്ട് ഞാൻ 6 മാസം കാനഡയിലാണ്, അതിനുശേഷം 6 മാസം ഓസ്ട്രേലിയയിലാണ്, കാരണം മക്കളൊക്കെ ഇന്ന് നല്ല നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്, അതുകൊണ്ട് ഓരോ സ്ഥലത്തേക്കും പോകാൻ എന്റെ ഹൃദയം തുടിക്കുന്നു എന്ന് പറയുന്ന അനേകം മാതാപിതാക്കളെ കാണുന്നുണ്ട്. വിശ്വാസം പകർന്നു കൊടുത്ത മാതാപിതാക്കളുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റൊന്നും വേണ്ടത് അത്ര വലിയ എന്താ പറയാ വലിയ നിലയിലൊന്നും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴും ഈ പറയുന്ന ദൈവവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ഇന്ന് മക്കള് നല്ല നിലയില, ആ കുടുംബ ബന്ധം ഊഷ്മളമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താ, വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണെന്നല്ലേ. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എന്താ പറയാ പാശ്ചാത്യ സംസ്കാരം ഒരുപാട് കയറി വരുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ വരുന്നത്. അന്ന് നമ്മൾ ഈ എന്താ പറയാ പാശ്ചാത്യ ലോകത്തേക്ക് നോക്കുമ്പോഴും അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഡൈവോഴ്സിന്റെ എണ്ണം കൂടുന്നത് എന്താ പറയാ സമൂഹം ആധുനികവൽക്കരിക്കപ്പെട്ടതിന്റെ ഒരു സിമ്പലാണ്, ഒരു തെളിവാണെന്ന് ഈ ഡൈവോഴ്സുകൾ കൂടുന്നത്. കാരണം അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, അവർ പരസ്പരം പറഞ്ഞ് വേർപെടുന്നു. അത് എന്താ പറയാ വളർച്ച പ്രാപിച്ച ഒരു സമൂഹത്തിന്റെ അടയാളമാണെന്നൊക്കെ പറയുന്ന ഒരാളെ കണ്ടു. സത്യത്തില് ഇതൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഇതൊന്നുമല്ല, കാരണം ഞാൻ പറഞ്ഞു വന്നത് ഈ മക്കൾക്ക് വിശ്വാസം കൊടുക്കാത്തത് കൊണ്ട് തകർന്നു പോയ കുടുംബ ബന്ധങ്ങളും തകർന്നു പോയ സംസ്കാരങ്ങളും ഒക്കെയുള്ള ഒരു പശ്ചാത്തല സംസ്കാരം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇയാൾ പറഞ്ഞ പോലെയാണെങ്കിൽ അപ്പൊ 100% ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ 100% ഡെവലപ്പായി എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് തീർച്ചയായിട്ടും ദൈവജനത്തെ പച്ചയായി ലംഘിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനം പറയുന്നത്, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പൊ ഈ വിവാഹത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം യോജിപ്പിച്ചതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവും, വല്ലപ്പോഴും ഒരു എന്താ പറയാ ചെറിയ രാജ്യത്തെ കുറിച്ചല്ല, ഡൈവോഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. അത് ഡൈവോഴ്സിന്റെ എണ്ണം കൂടുന്നത് സമൂഹത്തിന്റെ വളർച്ചയുടെ ലക്ഷണമാണെന്ന് വരുന്നത് ഒരു ആനമണ്ടത്തരമാണ്. കാരണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഈ പലപ്പോഴും ഈ ഡൈവോഴ്സ് ഒക്കെ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾ, ഒരു 3-4 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ച 1-2 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത്, ഈ പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് അവർക്ക് തോന്നുന്നത് ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവരുടനെ അവർ വേർപിരിഞ്ഞു. പക്ഷെ ഈ മക്കളുടെ അവസ്ഥയോ, ഈ മക്കൾക്ക് അപ്പനെന്ന് വിളിക്കാൻ അപ്പനുണ്ടായാലും ഒരു പക്ഷെ അല്ലെ അമ്മയെന്ന് വിളിക്കാൻ ഇത് രണ്ടുപേരും ഇല്ല. ഈ മക്കളുടെ അവകാശമല്ലേ അപ്പന്റെ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ പച്ചയെ നിഷേധിക്കപ്പെടുമ്പോഴും അതൊരു വളർന്ന സമൂഹത്തിന്റെ സിമ്പലാണെന്ന് പറയുന്നത് ആനമണ്ടത്തരമാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഈ മാരേജ് പ്രൊഫഷണൽ കോഴ്സിൽ ക്ലാസ് എടുക്കാറ്. അപ്പോൾ ആത്മീയത ക്രിസ്തു ജീവിതത്തിൽ എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സാധാരണ ഇത് ക്ലാസ് എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ 2-3 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവം ആദിയിലെ ഈ ആദത്തെ സൃഷ്ടിച്ചു, അവന് ചേർന്ന ഇണയെ കൊടുത്തു. അപ്പോൾ ചേർന്ന ഇണയ്ക്ക് ഒരു കുഴപ്പമില്ല, കാരണം കൊടുത്തത് ദൈവമാണ്, ചേർത്ത് വെച്ചതും ദൈവമാണ്, മൂന്നാനല്ല. അപ്പോഴിങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൈവം ചേർന്ന ഇണയെ കൊടുത്ത ഈ ഒരു ആദ്യത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് കിട്ടുതലെ കുട്ടി എന്നുള്ളതാണ്. ഈ പൊട്ടാനുള്ള കാരണം എന്താ, ദൈവത്തെ വിട്ട് പാപത്തിന്റെ വഴികളിൽ കൂടെ പോയപ്പോഴാണ് ഈ കുടുംബ ബന്ധം ശിഥിലമായി പോകുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇന്നും അനേക കുടുംബങ്ങൾ തകരുന്നതിന് കാരണം എന്താ, ഈ യോജിപ്പിച്ച ദൈവത്തോട് ചേർന്ന് പോകാത്തത് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കാത്ത ഡൈവോഴ്സ് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗമാണെന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. മറിച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഈ ദൈവത്തിന്റെ സാന്നിധ്യം, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഈ വിശ്വാസത്തിന്റെ പ്രസക്തിയുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന മക്കൾക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രഭാഷകൻ 34:10, അനുഭവജ്ഞാനം ഇല്ലാത്തവന് അറിവ് കുറയും. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തതയോടെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ മാതാപിതാക്കളുടെ വിശ്വാസം തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുത്തേ പറ്റും, അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവർ കണ്ടുപഠിക്കുന്നത് പറഞ്ഞ ഇങ്ങനെ ഒരു അടിത്തറയിലാണ്. അപ്പം ഈ ഒരു അടിത്തറയിൽ നിന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. വിശ്വാസം പകർന്നു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അത്. ബ്രദർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ബ്രദർ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, മതവിശ്വാസത്തെ പ്രതി എന്തുമാത്രം അക്രമങ്ങളാണ് ഈ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? വിശ്വാസം മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം എന്നതിനേക്കാൾ പ്രശ്നത്തിന് കാരണമായല്ലേ മാറുന്നത്? അതുകൊണ്ട് മതം ലോകത്ത് ഇല്ലാത്തതല്ലേ നല്ലത്? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കണമേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരാൾ വിശ്വാസിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ എന്താ പറയുക മാറ്റമൊന്നും വന്നിട്ടില്ല, അയാൾക്ക് അപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാർട്ടിയുടെ സമ്മേളനം നടന്നു.
അവിടെ ഒരു പ്രത്യേകമായ ശക്തി പ്രകടനമൊക്കെ നടന്ന സമയത്ത് അതിനകത്ത് യൂത്ത് ഗ്രൂപ്പ് രണ്ടായിട്ട് തിരിഞ്ഞ് അവർ എന്താ പറയാ അവർ തമ്മിൽ തല്ലി എന്നുള്ള ഒരു പത്രവാർത്തയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ പാർട്ടി അധ്യക്ഷനാണ് അതിന്റെ ഉത്തരവാദി. മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നതിനെല്ലാം നമ്മൾ ദൈവത്തെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് അതുപോലെ ഈ പറഞ്ഞ പോലെ ഇരിക്കും. പാർട്ടിയുടെ യൂത്ത് വിങ് തമ്മില് അവര് പെട്ടെന്ന് ഒരു ആശയം അവരുടെ അടികളുടെ ആവേശം അതിന് കടന്നപ്പോ അവര് തമ്മിൽ തല്ലി. അതിന്റെ ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷനാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു യോജിപ്പുറവില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്നതിനെല്ലാം ദൈവമാണ് കാരണക്കാരെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പൊ മനുഷ്യ വിശ്വാസം ചില നേരങ്ങളിൽ അതിന് കടന്നു പോകുമ്പോൾ അവനവൻ്റെതായ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് ദൈവത്തിന്റെ പ്രേരണകളെയും അതിന്റെ ദൈവിക പഠനങ്ങളെ അതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എല്ലാം ഉത്തരവാദി ദൈവമാണെന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ അർത്ഥമില്ല. അതിന്റെ പേരിൽ ദൈവവിശ്വാസത്തെ നിഷേധിക്കുന്നത് ഒരു മണ്ടത്തരവുമാണ്. ഇപ്പൊ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് കുരിശുയുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയാ അത് വളരെ തെറ്റാണെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ എന്താ പറയുക വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ കുരിശുയുദ്ധങ്ങളൊക്കെ നടന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വചനം പറയുന്നത് ദൈവം ആദത്തെ അവയും സൃഷ്ടിച്ച് ഈ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ഇവിടെ കൃഷി ചെയ്യാനും അതിനെ സംരക്ഷിക്കുവാനുമാണ് ഇവിടെ ആക്കിയത് എന്ന് പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിന്റെ വെള്ളത്തൊട്ടിലായിരിക്കുന്ന വിശുദ്ധ സ്ഥലങ്ങളെ കാത്തു സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനുവേണ്ടി അന്ന് നടത്തിയ ചില പോരാട്ടങ്ങളെ നമുക്ക് എന്താ പറയുക പാടില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു യോജിക്കുമില്ല. അപ്പൊ അതുകൊണ്ട് കുരിശ് യുദ്ധങ്ങള് ആ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നും അതിന് എന്താ പറയുക പ്രസക്തി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വരുന്ന അനേകം തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നീട് ഒരു ഭാവി തലമുറ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ചരിത്രപരമായ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ലാസ്റ്റ് അവർ ഒരുപക്ഷെ കരുതിയേക്കാം ഇതൊക്കെ പറയുന്നത് വെറും കഥകളാണ്, മിത്തുകളാണെന്ന് കരുതാൻ ഇടവരും. അപ്പൊ അവിടെ വിശ്വാസ ജീവിതത്തിൽ പോലും അത് ബാധിക്കാൻ ഇടയുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വ്യക്തതയോടെ ഈ വിശുദ്ധ സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ വായിച്ചറിയുന്ന ഈ വിശ്വാസ സത്യങ്ങളെ പോയി നേരിട്ട് കാണുവാൻ അനുഭവിച്ചറിയാനും പറ്റും. അപ്പൊ നമ്മുടെ യുക്തിമണ്ഡലം ഈ വിശ്വാസത്തോട് ചേർന്ന് ഇതെല്ലാം വളരെ യുക്തിബദ്ധമായ ഒരു വിശ്വാസത്തിന് അടിത്തറയിടാൻ വേണ്ടി ഈ വിശുദ്ധ സ്ഥലങ്ങളും അതിന്റെ തെളിവുകളും നമുക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം ഭാവി തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഇന്നും നമ്മുടെ ഒരു പള്ളി തകർക്കുമ്പോൾ കർത്താവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് അത് സംരക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. കാരണം വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പള്ളി എന്ന് പറയുന്നത് എന്താണ്, വരുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ചില കുരിശുയുദ്ധങ്ങളൊക്കെ നടന്നത്. അപ്പൊ വിശുദ്ധ സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള അത്തരം യുദ്ധങ്ങളെ നമ്മൾ ദൈവത്തിന്റെ പേരിലുള്ള അക്രമങ്ങളായിട്ട് കണ്ടിട്ട് കാര്യമില്ല. ദൈവം അത്തരം സ്ഥലങ്ങളെ നമ്മളോട് സംരക്ഷിച്ച് പരിപാലിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ആരോപണമാണ് ഇൻക്വിസിഷൻ, എന്താ പറയാ മതവിചാരണ കോടതികൾ. ഇത് സംബന്ധിച്ച് പോപ്പ് ഒരിക്കൽ മാപ്പ് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നടന്ന ഈ ഇൻക്വിസിഷൻ നടന്ന മതവിധാരണ കോടതികൾ നടന്നത് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെ കേന്ദ്രീകരിച്ച ഈ രാജ്യത്ത് ഇപ്പൊ റഷ്യ അല്ലെ ഫ്രാൻസില് അതിൻ്റെതായ മതവിചാരണ കോടതി, ഇംഗ്ലണ്ടിൽ അതിന്റെ കോടതി, അങ്ങനെയൊക്കെയാണ്. ഇതിങ്ങനെ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്തു രാഷ്ട്ര സങ്കല്പത്തിൽ നിന്നാണ്. പറഞ്ഞ പഴയ നിയമത്തിലെ നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്ര സങ്കല്പത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ ഒരു എന്താ പറയാ അവർ ക്രിസ്തു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വന്നപ്പോൾ അതിനകത്ത് അതനുസരിക്കാത്തവരെ, വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരെ അവരെന്താ പറയാ ശിക്ഷകളിലൂടെ എന്താ പറയാ ചില വധശിക്ഷ വരെ കൊടുത്ത സംഭവങ്ങളുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ചൈതന്യത്തിൽ നിന്ന് ഒരു വ്യതിചലനമാണ്. കാരണം ക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്തു രാഷ്ട്ര സങ്കല്പമല്ല, മറിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ലോകത്തോടെ സർവ്വ മനുഷ്യർ ഒന്നിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ കുറിച്ചല്ല. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. അതെല്ലാ രാജ്യത്തും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ മേഖലയിൽ വീഴ്ചകൾ വരാം. അപ്പൊ അങ്ങനെ വന്നതാണ് ആ കാലഘട്ടത്തിന്റെ ഒരു അബദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പോപ്പ് അതിന് മാറ്റം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ പറയരുത് എന്താ പറയാ ഇതിന്റെ പേരിൽ മതം ഇല്ലാത്തതാണ് നല്ലത്. ഈ എന്നും പ്രശ്നം, അതുകൊണ്ട് മതം ഇല്ലാത്തതാണ് നല്ലത് എന്ന് പറയാൻ സത്യം പറയാൻ ലോജിക്കുറവിനൊക്കെ ഞാൻ പറയാം. ഈ ക്രിസ്തുവിനെ പ്രതി സ്വന്തം രാജ്യം വിട്ടിറങ്ങി ഈ ഇന്ത്യയുടെ തെരുവുകളില് ആരുമില്ലാത്തവർക്ക് വേണ്ടി ജീവൻ ഹോമിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ മദർ തെരേസ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ പ്രതി നന്മ ചെയ്ത എത്രയോ നന്മ മരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവത്തെ പ്രതി എത്രയോ മനുഷ്യര് സ്വജീവൻ കൊടുത്തിട്ടുണ്ട്. ആ നന്മകളൊന്നും കാണാതെ അതുപ്രതി ഉണ്ടായ ചില നഷ്ടങ്ങളെ നോക്കിയിട്ട് എന്താ പറയാ
ഇന്നിപ്പം ഗനേസറത്ത് അവിടെ ഒരു പിശാചുബാധനെ സുഖപ്പെടുന്ന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പിശാചുബാധനെ സുഖപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ പിശാചുബാധന് പിശാചുക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പന്നികളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ യേശു അനുവദിക്കുന്നതും ഈ പന്നികള് 2000-ഓളം വരുന്ന പന്നികൾ കൂട്ടത്തോടെ പോയി ചാകുമ്പോൾ ഈ ഗനേസറത്തുകാർ ഒന്ന് പറയുന്ന കാര്യം ഞങ്ങളെ വിട്ടുപോകും. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പിശാചുബാധന് സുഖപ്പെട്ടു എന്നുള്ളതല്ല അവരുടെ വിഷയം, തങ്ങളുടെ പന്നി പോയെന്നുള്ളതാണ്. അപ്പൊ ചില നഷ്ടങ്ങളിലേക്ക് നോക്കി ദൈവത്തെ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യർ ഈ കാലഘട്ടത്തിലുമുണ്ട്. അത്തരം മനുഷ്യരാണ് ഈ കാര്യങ്ങൾ പറയാൻ നന്മ. അപ്പൊ ഒരു മനുഷ്യൻ 2000 പന്നികളെക്കാൾ വിലയുള്ളവനാണ് ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ദൈവത്തെ പ്രതി ജീവിതം ഹോമിച്ച അനേകം നല്ല നന്മ മരങ്ങളായിട്ടുള്ള അനേകം നല്ല ജീവിതങ്ങളെ, വിശുദ്ധ ജീവിതങ്ങളെ നോക്കിക്കാണാൻ മടിയോടെ നിന്നിട്ട് ഇതിനെല്ലാം ഇതുവഴി സംഭവിച്ച ചില ഭൗതിക നഷ്ടങ്ങളെയൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് അതിനെ പർവ്വതീകരിച്ചിട്ട് വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നവര് യഥാർത്ഥത്തില് അവർ എന്താ പറയാ, അതൊരു യുക്തിരാഹിത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. മറിച്ച് ദൈവത്തെ നോക്കി വിശ്വാസത്തിന് വേണ്ടി ഈ ലോകത്തെ സ്നേഹിച്ച് സ്വജീവൻ സമർപ്പിച്ച അനേകം വിശുദ്ധാത്മാക്കള് നമ്മുടെ മുമ്പിലുണ്ട്. അവരെ നോക്കി നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് നോക്കി നമ്മൾ പരിതപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും വിശ്വാസം വേണ്ട അല്ലെങ്കിൽ മതം ഇല്ലാന്ന് വെച്ചാലും വേറെ പല പ്രശ്നങ്ങളും തലപൊക്കും എന്ന് ഇക്കൂട്ടർ ചിന്തിക്കണം. തീർച്ചയായിട്ടും. ബ്രദർ, അടുത്തൊരു ചോദ്യം ഇതാണ്: ആത്മീയ നേതൃത്വത്തിന്റെ വീഴ്ചകൾ പുതിയ തലമുറയെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നില്ലേ? അതുകൊണ്ടല്ലേ അവർ പരസ്യമായി വിശ്വാസ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആത്മീയ നേതൃത്വത്തിന്റെ വീഴ്ചകൾ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അവരെ നോക്കി പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ കാണുകയും വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ മണ്ഡലം മറ്റൊരു ആത്മീയ മണ്ഡലം കൂടി അറിയാം. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നതെല്ലാം നമ്മുടെ വിശ്വാസമെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ക്രിസ്തു അല്ലെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെതിരെ ഒരു ആത്മീയ പോരാട്ടമുണ്ട്. തീർച്ചയായും പത്രോസ്ലീഹയുടെ ലേഖനത്തില് 1-ാമത്തെ ലേഖനത്തിൽ 5-8 വചനം പറയുന്നത്, ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയും. അപ്പൊ അതുകൊണ്ട് ഒരു ആത്മീയ മണ്ഡലമുണ്ട്. ഇതിനെതിരെ പോരടിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഇതിനെ നമ്മൾ എങ്ങനെയാ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഉദാഹരണം പറയാം. പിശാച് സഭയെ ആക്രമിക്കുമ്പോൾ സഭയുടെ ശക്തി കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു കാസർഗോഡുകാരനാണ്. അപ്പോൾ പാകിസ്ഥാൻ കൊണ്ട് ബോംബിടുക കാസർഗോഡായിരിക്കുമോ അതോ ഡൽഹിയിലായിരിക്കും? ഡൽഹിയിലായിരിക്കും. കാരണം ഡൽഹിയാണ് നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാനവും ശക്തി കേന്ദ്രവും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പിശാച് സഭയെ ആക്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും പിശാച് ആക്രമിക്കുക സഭയുടെ ശക്തി കേന്ദ്രങ്ങളായിരിക്കും, സമർപ്പിത ജീവിതങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പോരാട്ടമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളവരെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ മറിച്ചവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മീയ മണ്ഡലത്തെ തിരിച്ചറിയാത്തൊരു വ്യക്തിയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചുറ്റും ഒരു ആത്മീയ മണ്ഡലം ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നതാണ്. ഈ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിന്റെ 5-ാം വചനത്തിൽ പറയുന്നുണ്ട്, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു, സഭ അവന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ ആത്മീയ നേതാക്കൾ ഇന്ന് ഏതെങ്കിലും ഒരു കാരാഗ്രഹത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് അവരെ മോചിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനെ ഈ ആത്മീയമായിട്ട് തന്നെ വിവേചിച്ചറിയാതെ, അതിനെ ആത്മീയമായിട്ട് കാണാതെ, അവർക്കെതിരെയുള്ള തിന്മയുടെ പോരാട്ടത്തെ കാണാതെ, പ്രാർത്ഥിക്കാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പിൻവലിയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആത്മീയ പോരാട്ടത്തെ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി തന്നെ ബ്രദറിന് ഉത്തരം പറയാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം ബ്രദറിന്റെ വിലപ്പെട്ട സമയം നൈറ്റ്സ് ടെംപ്ലറിന് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിത്യതയെക്കുറിച്ചും വിശ്വാസവും ധാർമ്മികതയും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ബ്രദർ സനീഷ് ജോർജ് ഇത്രയും നേരം നൈറ്റ്സ് ടെംപ്ലറിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.